ബ്ലെസ്സിങ്സ്, വെൽക്കം. ദൈവത്തിൻ്റെ വചനം യെശയ്യാ 1:18 ഇങ്ങനെ പറയുന്നു: വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: കം നൗ ലെറ്റ് us reason together, saith the Lord. Though your sins be as scarlet, they shall be as white as snow. Though they be red like crimson, they shall be as wool. ദൈവത്തിൻ്റെ ഒരു ഓപ്പൺ ഇൻവിറ്റേഷനിലൂടെയാണ് ഈ വചനം തുടങ്ങുന്നത്. കം നൗ, നിങ്ങൾ വരിക. ദൈവം ഇൻവൈറ്റ് ചെയ്യാണ്. എത്ര വലിയ പാപിയോടും ദൈവം പറയാണ്, യു കം ടു മീ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ദൈവം നമ്മളെ തള്ളിക്കളയുന്നവനാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഓപ്പോസിറ്റാണ് കാണാൻ കഴിയുന്നത്. ദൈവം ഒരു പാപിയെ ഹല്ലേലൂയ സ്തോത്രം വിളിക്കുന്നവനാണ്. ഹി ഈസ് സേയിങ് ലെറ്റ് us reason together. It shows the God's willingness to dialogue to us. നിങ്ങളുടെ പാപങ്ങൾ ഒരു സ്കാർലറ്റ് പോലെ, മീൻസ് ഒരു രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും, പണ്ടത്തെ കാലങ്ങളിൽ സ്കാർലറ്റ് ആൻഡ് ക്രിംസം ഡൈസ് ഒക്കെ അതിൻ്റെ സ്റ്റെയിൻസ് പറ്റിയാൽ, അല്ലെങ്കിൽ ആ ഡൈസിൻ്റെ സ്റ്റെയിൻസ് പറ്റിയാൽ അത് പെർമനൻ്റ് ആണ്, അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവം പറയുക, അതുപോലെയാണെങ്കിലും നമുക്ക് അത്ര കഠിനമായിട്ടുള്ള ഒരു പാപമാണ് എന്ന് തോന്നിയാൽ പോലും ദൈവം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ കം നൗ. എത്ര ഡെപ്തുള്ള, എത്ര ഹൈറ്റുള്ള, എത്ര വലിയ പാപമാണെങ്കിൽ പോലും ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ആ പാപത്തെ ഇതുപോലെ ഒരു സ്നോ പോലെ ഞാൻ വൈറ്റാക്കി തിറക്കാം. നമുക്ക് ഈ സ്നോ കാണാം, ഒരു സ്പോട്ട്ലെസ് ആണിത്. സ്പോട്ട്ലെസ്, മറ്റൊരു വൈറ്റ് അല്ലാതെ മറ്റൊന്ന് ഈ ഒരു സ്നോയിൽ കാണാൻ പറ്റില്ല. ഹല്ലേലൂയ. അതുപോലെ നിങ്ങളുടെ രക്താംബരം പോലെ ചുവപ്പായിരിക്കുന്ന ആ പാപത്തെ ഞാൻ ഇതുപോലെ ആക്കി തീർക്കാം. അവിടെ തന്നെ പറയുന്നു, ഐ വിൽ മേക്ക് ഇറ്റ് ഇസ് വൈറ്റ് ആസ് വൂൾ. നമുക്കറിയാം, വൂൾ ഈസ് വൈറ്റ് ആൻഡ് ഓൾസോ യൂസ്ഫുൾ. അതുപോലെ തന്നെ ദൈവം നമ്മൾ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇറ്റ് ഷോസ് ദ ഗോഡ്സ് ഫോർഗിവ്നെസ്. ദൈവം ക്ഷമിക്കുന്നവൻ മാത്രമല്ല, ദൈവം റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ യൂസ്ഫുൾ ആക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനേകം പേർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു വസ്തുവാക്കി തീർക്കാൻ, ഒരു വ്യക്തിയാക്കി തീർക്കാൻ നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ദൈവത്തിൽ നിന്ന് അകലാനുള്ള ഒരു ടെൻഡൻസിയാണ്. നമുക്ക് ആദാമിൽ അത് കാണാം, കായിലിന് അത് കാണാം, നമ്മളുമൊക്കെ അത് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ദൈവം പറയുന്ന, നീ പാപം ചെയ്യുമ്പോൾ, എന്നിൽ നിന്ന് അകന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ നിന്നെ വിളിക്കുകയാണ്. ദ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ. നോ സിൻ ഈസ് ബിയോണ്ട് ഗോഡ്സ് ഫോർഗിവ്നെസ്. ഒരു റിപ്പൻറ്റൻസ് നമുക്കുണ്ടായാൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തം, 1 യോഹന്നാൻ 1 പറയാണ്, യേശുവിൻ്റെ രക്തം സകല പാപത്തെ പോക്കി ശുദ്ധീകരിക്കാൻ മതിയായ രക്തമാണ്. എബ്രായൻ ലേഖനം 9:14 ഇങ്ങനെ വായിക്കുന്ന, നിത്യാത്മാന ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ അത്രത്തോളം ശുദ്ധീകരിക്കാൻ കഴിയുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം. സകല പാപത്തെയും പോക്കാൻ രക്തത്തിന് കഴിയും. ആ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നമുക്കെല്ലാവർക്കും കർത്താവ് തരട്ടെ. ദൈവം നമ്മളെ യൂസ്ഫുൾ ആക്കാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.